നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 423 423. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ഭാഗം 423 ചതുർത്ഥ സ്കന്ധത്തിൽ 26-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. അതിൽ ഭാവാർത്ഥം പറഞ്ഞു, പക്ഷേ അതിലൊരു പാരഗ്രാഫ് കൂടി ഉണ്ട്. അപ്പോഴൊക്കെയാണ് ആരോ ബെല്ലടിച്ചിട്ട് ഞാൻ പ്രഭാഷണം നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതെന്തായിരുന്നു ചോദിക്കുകയാണെങ്കിൽ, ജാഗ്രതാവസ്ഥയിൽ അതിർത്തി തെറ്റിയിട്ടുള്ള ഭോഗാഭിലാഷമുണ്ടായതിൻ്റെ ഫലമാണ് ഭയങ്കരങ്ങളായ സ്വപ്നങ്ങൾ. സ്വപ്നം എന്ന് പറഞ്ഞത് അത് വേദാന്തപരമായ അറിവുള്ളവർ ആക്സെപ്റ്റ് ചെയ്യണില്ല. കാരണം ഉറക്കം സോളിഡ് ആവാതെ ഇരിക്കുമ്പോഴാണ് സ്വപ്നം വരുന്നത്. ആ സ്വപ്നം മിഥ്യയാണ് എന്ന് പറയണു. കാരണം സ്വപ്നത്തിൽ രാജകുമാരീനെ വിവാഹം കഴിച്ചു എന്ന് കാണാം, പക്ഷേ ഉണർന്ന് നോക്കിയാൽ അല്ലേ സ്ഥിതി മോശമായിരിക്കും. അപ്പോൾ അതല്ല സത്യം. ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ആരായി തീരണം എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ പ്രയത്നത്തെ പ്രബലപ്പെടുത്തി ദൃഢപ്പെടുത്തി ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തുന്നതാണ് ദിവാസ്വപ്നം എന്ന് പറയും. ദിവാസ്വപ്നമാണ് കാണുന്നത്. ദിവസം പകല് നമ്മൾ ആരായി തീരണം എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുന്ന ജോലികൾക്കാണ് ഫലം. അല്ലാണ്ട് ഉറക്കത്തിൽ ഞാൻ ലോട്ടറി അടിച്ചവനാണെന്ന് കണ്ടിട്ട് യാതൊരു കാര്യമില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ പറയണു, വിരക്തന്മാരല്ലാത്തവർക്ക് ശാസ്ത്രത്താൽ അനുവദിക്കപ്പെട്ട ഭോഗങ്ങളിൽ പ്രവർത്തിക്കാമെന്നല്ലാതെ ഉച്ഛൃംഖലമായ ഭോഗപ്രവൃത്തി നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതായത് എനിക്ക് സമ്പാദ്യമുണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ധാരണ തെറ്റാണ്. അത് നമ്മളെ ശരിയായ രീതിയിൽ എത്തിക്കില്ല, നമ്മളെ അനർത്ഥമായ ഗർത്തത്തിൽ തള്ളിയിടുകയുള്ളൂ. ഇതാണ് ആഖ്യാനം പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 7-ാമത്തെ ശ്ലോകം. യേവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവ കർമ്മണ തേന രാജേന്ദ്രജ്ഞാനേന ന സലിപ്യതേ. അറിവിന് വളരെയധികം എന്താ പറയുക ഫലങ്ങളുണ്ട്. അറിവില്ലെങ്കിൽ ജീവിതം മുരടിക്കും. അറിവാണ് നമ്മളെ നയിക്കേണ്ടത്. അതെങ്ങനെ? ഇപ്രകാരം നിയമിക്കപ്പെട്ട കർമ്മത്തെ നീതിപൂർവമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അനീതി ഉള്ള കർമ്മങ്ങൾ ചെയ്യരുത്. ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം, അധാർമികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിനെ അറിഞ്ഞ യാതൊരു മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യുമോ, ഹേ രാജശ്രേഷ്ഠ, ജ്ഞാനം നിമിത്തം ആ കർമ്മത്താൽ അവൻ ബന്ധിക്കപ്പെടുന്നില്ല. എന്താ അതിനർത്ഥം പറയാ? ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർത്തൃത്വവും ഭോക്തൃത്വവും നമ്മൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ, ഏതൊരു കർമ്മവും ഈശ്വര ഉപാസനയുടെ ഫലമായിട്ട് നമ്മുടെ കടമയും കടപ്പാടായിട്ടും ആണെങ്കിൽ അതിന് അബണ്ടൻ്റ് ആയിട്ടുള്ള ഫലങ്ങൾ കിട്ടും. ഇല്ലെങ്കിൽ ഫലങ്ങളില്ല, ഉണ്ടാവില്ല, തുച്ഛമായിരിക്കും, ഫലങ്ങൾ തുച്ഛമായിരിക്കും. അതാണ് ഈ നിഷ്കാമകർമ്മം എന്ന് പറയാൻ കാരണം. അപ്പോൾ പറയണു, ഇപ്രകാരം ശാസ്ത്രത്താൽ നിയമിക്കപ്പെട്ട കർമ്മത്തെ അറിഞ്ഞ് അതുപ്രകാരം അനുഷ്ഠിക്കുന്ന മനുഷ്യൻ ജ്ഞാനവാനായതിനാൽ ആ കർമ്മത്താൽ അവൻ ബദ്ധനായി വരികയില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം 8. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യതേ
ഗുണപ്രവാഹപതിതോ നഷ്ടപ്രജ്ഞോ വ്രജധൃത. അതായത് അഭിമാനം അധികരിച്ചവനായിട്ട് ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു എന്നുള്ള അഭിമാനം അധികരിച്ചവനായിട്ട് മറ്റു വിധത്തിൽ കർമ്മം ചെയ്യുന്നവൻ ബന്ധിക്കപ്പെടുന്നു. അതായത് അനീതിയും അധാർമികവുമായിട്ടുള്ള രീതിയിൽ കർമ്മം ചെയ്താൽ ബന്ധിക്കപ്പെടുന്നു. അങ്ങനത്തെവർക്കാണ് ജയിലിൽ പോണ്ടി വരുന്നത്. അത്ര നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഗുണങ്ങളുടെ പ്രവാഹത്തിൽ വീണവനും, അതായത് ഗുണാതീതനായിരിക്കുന്ന ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നുണ്ടെങ്കിൽ തമോ ഗുണവും രജോ ഗുണവും മാറ്റണം. എന്നാൽ പിന്നെ ബാക്കി എന്താ ഉള്ളത്? സാത്വിക ഗുണം. ആ സാത്വിക ഗുണത്തിനെയും മാറ്റണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ശരീരാഭിമാനം തോന്നും. അത് നരകപ്രാപ്തിയാവും ഫലം. അപ്പോൾ പറയണു ദേഹാഭിമാനം. അതെ, അപ്പോൾ പറഞ്ഞു നഷ്ടപ്രജ്ഞ എന്ന് പറഞ്ഞല്ലോ. അഭിമാനം അധികരിച്ചവനായിട്ട് മറ്റു വിധത്തിൽ കർമ്മം ചെയ്യുന്നവൻ ബന്ധിക്കപ്പെടുന്നു. ഗുണങ്ങളുടെ പ്രവാഹത്തിൽ വീണവനും വിചാരബുദ്ധി ഇല്ലാത്തവനുമായിട്ട് വിചാരം ചെയ്യാൻ ബുദ്ധിയെ ഉപയോഗിക്കണം. വികാരം കൊള്ളരുത്. വികാരം കൊള്ളുമ്പോൾ അക്ഷമനായിട്ട് ആയിത്തീരും, ക്ഷമില്ലാത്തവനായിട്ട് തീരും. അപ്പം എന്ത് ചെയ്യണം? മുനിയായിട്ടിരിക്കണം, മൗനിയായിട്ടിരിക്കാം, മിണ്ടാണ്ടിരിക്കാം. അപ്പോൾ ഗുണങ്ങളുടെ പ്രവാഹത്തിൽ വീണവനും വിചാരബുദ്ധിയില്ലാത്തവനുമായിട്ട് താഴത്തു പോകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ദേഹാഭിമാനം നിമിത്തം ശാസ്ത്രമര്യാദയെ ഉല്ലംഘിച്ച് കർമ്മം ചെയ്യുന്നവന് അത് നിമിത്തം സംസാരബന്ധം വീണ്ടും ഉണ്ടാകുന്നു. ജനന മരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈശ്വര പ്രാർത്ഥനയുടെ ഫലം. അതാണ് ഈ മുമുക്ഷുത്വം എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രമര്യാദയെ ഉല്ലംഘിക്കാൻ പാടില്ല. ശാസ്ത്രം അറിഞ്ഞിരിക്കണം. ഭാഗവതം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രത്തെ ബഹുമാനിക്കാൻ സാധിക്കണം. ശാസ്ത്രാഭ്യാസമാണത് ഭാഗവതം പഠിക്കാന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് കാശുണ്ടാക്കാനുള്ള ഒരു മാർഗം അല്ല അത്. അതുകൊണ്ട് എന്തു പറയണു? ഗുണപ്രവാഹ സ്വരൂപമായ നാനാ യോനികളിൽ ശരീരം ധരിപ്പാൻ ഇടവരികയും പൂർവാഭ്യാസത്തിൻ്റെ ഫലമായിട്ട്, അതായത് തെറ്റുകൾ നിയന്ത്രിക്കാതെ കണ്ട് ചെയ്തു വന്നാൽ അവന് രക്ഷപ്പെടാൻ പറ്റില്ല. എപ്പോഴും തെറ്റ് ചെയ്യാനേ സാധിക്കുള്ളൂ. അതാണ് പൂർവാഭ്യാസം. മുന്നേ എന്ത് ചെയ്തിരുന്നു, അത് ശരിയാണോ തെറ്റാണോ, ശാസ്ത്രത്തിൻ്റെ അനുമതി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കണം. അപ്പോൾ പൂർവാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് വിചാരശക്തിയില്ലാത്ത മൃഗാദിദേഹങ്ങളെ ധരിച്ച് അധപ്പതിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. അതാണ് ശ്രദ്ധിക്കുക. ഇനി 9ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാജേശിലീ മുഖേ വിപ്ലവോ അഭൂ ദുഃഖിതാനാം ദുസ്സഹം കരുണാത്മനാം. എന്താ അതിനർത്ഥം പറയാം? അവിടെ വിചിത്രങ്ങളായ ചിറകുകളോടുകൂടിയ ബാണങ്ങളാൽ മുറിക്കപ്പെട്ട ദേഹങ്ങളോടുകൂടിയ ദുഃഖിതന്മാരുടെ കരുണയുള്ളവർക്ക് സഹിക്കവയ്യാത്ത നാശം ഭവിച്ചു. കരുണ, ഭഗവാന്റെ കരുണ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം? നമ്മൾ ധർമ്മത്തെ അനുസരിക്കണം, നീതിമാനായിരിക്കണം. അപ്പോൾ പറയണു, അതിൻ്റെ ഭാവാർത്ഥം പറയണു, നായാട്ടിൻ്റെ അനൗചിത്യത്തെ, അനൗചിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഉചിതമല്ലായ്മ എന്നർത്ഥം പറയാം. ശാസ്ത്രാനുസരണം പറഞ്ഞതിൽ പിന്നെ വീണ്ടും പ്രകൃതം അനുസരിക്കുന്നു. ആ കാട്ടിൽ നായാട്ട് ചെയ്യുന്ന പുരഞ്ജന രാജാവിൻ്റെ ബാണങ്ങളേറ്റ് മുറിപ്പെട്ട അനേകം മൃഗങ്ങൾ അസഹ്യ ദുഃഖത്തോടുകൂടെ ആ കാട്ടിൽ നശിച്ചു. അപ്പം എന്തുണ്ടാവും? ഈ വേദനയ്ക്ക് കാരണക്കാരനായ ആളെ ആ മൃഗങ്ങൾ ശപിക്കും. അങ്ങനെ എത്രയോ കഥകൾ പുരാണങ്ങളുണ്ട്. വെള്ളം കോരും, വെള്ളം കുടത്തിലെടുക്കുമ്പോൾ ആന കുമ്പിക്കൈകൊണ്ട് വെള്ളം എടുക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദവേദം എന്നുള്ള അസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതൊരാളിൽ തട്ടി. ഒരു മകൻ അച്ഛന് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്, അച്ഛനും അമ്മയ്ക്കും. അതുകൊണ്ടാണ് ഇതാരുടെ കഥയാണ്? ദശരഥ മഹാരാജാവിൻ്റെ കഥയാണ്. കുട്ടികളില്ലാണ്ട് നീയെ മരിക്കേ എന്ന് ദശരഥന് എന്തുണ്ട്?
ശാപമുണ്ട്. അതുകൊണ്ടാണ് ദശരഥൻ മരിക്കുമ്പോൾ 4 ആൺകുട്ടികൾ അടുത്തുണ്ടായിരുന്നില്ല. എന്തിനാ ഈ കഥകളൊക്കെ? സാമാന്യ രീതിയിൽ ജീവിത സന്ധാരണം ചെയ്യുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യാതെ ഇരിക്കാനും വേണ്ടിയിട്ട്. അതിനാണ് ആഖ്യാനം നന്നായിട്ട് വായിച്ചു പഠിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ പറയണു, അവിവേകികൾ ശാസ്ത്രരീതിയെ അതിക്രമിച്ച് രാഗാദിവൃത്തികൾക്ക് അധീനന്മാരായിട്ട് വിഷയഭോഗങ്ങളിൽ ആസക്തന്മാരായി നശിക്കുന്നതിനെ ജ്ഞാനികൾ കണ്ട് വ്യസനിക്കും എന്ന് സാരം. കാരണം എന്താ? ജ്ഞാനികൾക്ക് ആരും കഷ്ടപ്പെടുന്നത് കാണാൻ ഇഷ്ടമില്ല. ഇപ്പോൾ ജ്യേഷ്ഠാനിയന്മാർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള സഹോദരന്മാർ തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് വിഷമം തോന്നും. പറയുമ്പോൾ അവരുടെ ബുദ്ധിഹീനം കൊണ്ട് ഈ ജ്ഞാനി എന്ന് പറയുന്ന ആൾക്ക് നഷ്ടമുണ്ടാവും. ആ നഷ്ടത്തിനേക്കാൾ വലിയ ദുഃഖമാണ് ഉണ്ടാവുക അവർ നരകിക്കുന്നത് കാണുമ്പോൾ. ഇവിടെയാണ് ശാസ്ത്രീയമായിട്ടുള്ള അപഗ്രന്ഥങ്ങൾ നടക്കേണ്ടത്. നമ്മൾക്ക് എല്ലാവരും ശാസ്ത്രം പഠിച്ചവരാണെങ്കിൽ ഈ ലോകം ഇങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ശ്ലോകം പറയണു, ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാനന്യാംശ്ച വിവിധാൻ വിനഗ്നൻ ശമമധ്യഗാത്. അതായത് മുയലുകൾ, പന്നികൾ, പോത്തുകൾ, പശുക്കളെ പോലെ ആകൃതിയുള്ള ഒരു ജാതി മൃഗങ്ങളെയും മുള്ളൻ പന്നികളെയും പരിശുദ്ധങ്ങളും ബഹുവിധത്തിലുമുള്ളവയുമായ മറ്റു മൃഗങ്ങളെയും വധിക്കുന്നവനായിട്ട് ക്ഷീണത്തെ പ്രാപിച്ചു. ക്ഷീണിക്കാണ്ടിരിക്കുമോ? ഇരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. മുയലുകൾ, പന്നികൾ, പോത്തുകൾ, ഗവയങ്ങൾ ഒരു തരം മൃഗം, മാനുകൾ, മുള്ളൻ പന്നികൾ, ഇങ്ങനെ നിർദോഷികളായ അനേകം വിധം മൃഗങ്ങളെ സംഹരിച്ച് വേട്ടയാടി രാജാവ് ക്ഷീണിച്ചുപോയി. അപ്പം നമ്മൾ ഈ മൃഗങ്ങളെ കൊന്നു തിന്നാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മയിലെണ്ണ പുരട്ടിയാൽ കാലിന് വാദം വരില്ല എന്നാൽ മയിലിനെ കൊന്നിട്ട് കാച്ചി അതിൻ്റെ മാംസത്തിൽ നിന്ന് എണ്ണ എടുക്കാം എന്ന് ധരിക്കണത് തെറ്റ്. അതിന് ആയുർവേദത്തിൽ വേറെ പല കാര്യങ്ങളുമുണ്ട്, അത് ചെയ്യണം. ഏറ്റവും ശാന്തസ്വരൂപനും ഇലകൾ മാത്രം തിന്ന് ജീവിക്കുന്ന മുയലുകളെ, നായേനെ വിട്ട് കാട് ഇളക്കി പിടിച്ച് കറി വെച്ച് കഴിക്കുന്ന ആൾക്കാർ അതിനും ഒരു ഹൃദയമുണ്ടെന്നും വേദന ഉണ്ടാവുമെന്നും അതിൻ്റെ ശാപം നമ്മൾക്ക് തടുക്കാൻ പറ്റില്ല എന്നും മനസ്സിലാക്കണില്ല. അവിടെയാണ് പരാജയം സംഭവിക്കുന്നത് നമ്മൾക്ക്. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ നാരായ വേര് തന്നെ അഹിംസയാണ്. ഹിംസിക്കാൻ പാടില്ല എന്നാണ്. ഹിംസ ചെയ്താൽ എന്താ കുഴപ്പം? നരകം അനുഭവിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പുനരഭിജനനം, പുനരഭിമരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയണു, സ്വപ്നത്തിൽ നാനാവിധ വിഷയങ്ങളെ സമ്പാദിച്ച ജീവാത്മാവിന് ക്ഷീണം ബാധിച്ചുവെന്ന് സാരം. സ്വപ്നം കണ്ടാലും ക്ഷീണിക്കും, ശരീരം ക്ഷീണിക്കും. അപ്പം എല്ലാവരും നമ്മുടെ ഈ പ്രസൻറ്റ് ഡേ സിറ്റുവേഷനിൽ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് എന്ന് എഴുതുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം സ്വീറ്റ് ഡ്രീംസ് പാടില്ല. പേരിലെ സ്വീറ്റ് എന്നുള്ളൂ. സ്വപ്നം അനുഭവിച്ചാൽ ശരീരം ക്ഷീണിക്കും. ഏത് തരത്തിലുള്ള സ്വപ്നമായിക്കോട്ടെ. അതിനാണ് നമ്മൾ ഭേദപ്പെട്ട സാമാന്യ ജനങ്ങളാൽ ആദരിക്കുന്ന ആൾക്കാരിൽ നിന്ന് പലതും കേട്ട് മനസ്സിലാക്കണം, സത്സംഗം ചെയ്യണം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും എന്നുള്ളവരടുത്ത് പോകരുത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു 11ാമത്തെ ശ്ലോകം, തതക്ഷുത്രിപരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേവാൻ കൃതസ്നാനോചിതാഹാര സംവിവേശഗതക്ലമാ. അതായത് അനന്തരം വിശപ്പും ദാഹവും നിമിത്തം ക്ഷീണിച്ചവനും മടങ്ങിയവനുമായിട്ട് രാജധാനിയിൽ പ്രവേശിച്ച് സ്നാനം കഴിച്ചവനും വേണ്ടുന്ന വിധത്തിലുള്ള ആഹാരം സ്വീകരിച്ചവനും ക്ഷീണം തീർന്നവനുമായിട്ട്
സുഖമായി ഇരുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ പറഞ്ഞത്? അനന്തരം വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച രാജാവ് ഗൃഹത്തിലേക്ക് മടങ്ങി വന്നു, സ്നാനം ചെയ്തു, സമുചിതമായ ആഹാരം കഴിച്ച് സുഖമായിരുന്ന ക്ഷീണം ശമിപ്പിച്ചു എന്നായി. പോരാ, ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട് അതിൽ. സ്വപ്നാവസ്ഥയിൽ നിന്ന് മടങ്ങി ജീവൻ ജാഗ്രതാവസ്ഥയെ പ്രാപിച്ചു, ഹൃദയമാകുന്ന ഗൃഹത്തിൽ നിവസിച്ചു. ജാഗ്രതാവസ്ഥയിൽ സ്ഥൂല ഇന്ദ്രിയങ്ങളോടുകൂടെ ബാഹ്യപദാർത്ഥങ്ങളെ കണ്ട് സന്തോഷിച്ചതു തന്നെ സുഖം. സ്വപ്നഹേതുവായ നിദ്ര നശിച്ചതു തന്നെ ശ്രമഹാനി, ശ്രമങ്ങൾ ഹനിക്കപ്പെടുക. ഇനി അതിൻ്റെ അടുത്ത ശ്ലോകം 12 എന്താ പറഞ്ഞത്? ആത്മാനം അർഹയാം ചക്രേ ധൂപാലേവ പ്രസാദാദിഭി സാദ്വലംകൃത സർവാംഗോ മഹിഷ്യാം അതധേ മനാം. അതായത് ധൂപം, ചന്ദനം, മാല്യം മുതലായവയാൽ ആത്മാവിനെ അലങ്കരിച്ചു. വേണ്ട വിധം അലങ്കരിക്കപ്പെട്ട സർവാംഗങ്ങളോടും കൂടിയവനായിട്ട് ഭാര്യയിൽ മനസ്സിനെ വെച്ചു എന്ന് പറയുന്നു. ശരിക്കും മനസ്സെവിടെ വെക്കേണ്ടത്? ഈശ്വരനിൽ. ഈശ്വരൻ കാലുവാരില്ല. ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ആൾക്കാരെ ശരീരത്തിനെ ഉപാധിയാക്കിയിട്ട് കാലുവാരിന്ന് വരും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ചന്ദനം, പൂമാല, ധൂപം എന്നിവയാൽ സ്വശരീരത്തെ അലങ്കരിച്ചു. എല്ലാ അവയവങ്ങളെയും വേണ്ട വിധം അലങ്കരിച്ചതിൽ പിന്നെ സ്വഭാര്യയിൽ മനസ്സിനെ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ എന്താണെന്ന് പറയുക, ഭാവാർത്ഥം വരുന്നു. സ്വപ്നദോഷം നിശേഷം നീങ്ങി ജാഗ്രത അവസ്ഥയെ പ്രാപിച്ച് ഹൃദയത്തിലിരുന്നു സന്തോഷമായപ്പോൾ വിവേകവതിയായ ബുദ്ധിയോട് ജീവാത്മാവ് യോജിപ്പാൻ വിചാരിച്ചു. വിവേകവതിയായ സ്വഭാര്യയിൽ. അങ്ങനെയാണ്. ഇനി 13 ഒരു 3 വരി ശ്ലോകമാണ്. തൃപ്തോ ഹൃഷ്ടസുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസ ന വ്യജഷ്ടാവരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം അന്തഃപുരസ്ത്രീയോ അപൃച്ഛത് വിമന ഇവ വേദീഷത്. എന്താ പറഞ്ഞത്? തൃപ്തി അടഞ്ഞവനും സന്തോഷിച്ചവനും ഏറ്റവും അഹങ്കാരിയും മന്മഥനാൽ ആകർഷിക്കപ്പെട്ട മാനസത്തോടു കൂടിയവനുമായിട്ട് ഗൃഹത്തിലുള്ളവളും ഗൃഹകാര്യങ്ങളെ നിർവഹിക്കുന്നവളുമായ ഭാര്യയെ കണ്ടില്ല. നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ വീട്ടിൽ ഭാര്യ ഇല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ടാവും. അപ്പോൾ പറയണു, ഹേ പ്രാചീന ബർഹിസ്സായുള്ളവനെ, വേദിഷ്ഠ, പ്രാചീന ബർഹിസ്സായിട്ടുള്ളവനെ, മനസ്സുഖമില്ലാത്തവനായിട്ട് അന്തഃപുരദാസികൾ ചോദിച്ചു എന്താണ് ആവശ്യം. ഭാര്യാന്വേഷണ കാരണത്തെയും തൽക്കാലവാസത്തെയും പറയുന്നു. ഹേ പ്രാചീന ബർഹിസ്സായുള്ളവനെ, രാജാവിന് ആഹാരാദികളിൽ തൃപ്തിയും സന്തോഷവും ഉണ്ടായപ്പോൾ അഹങ്കാരവും തന്നിമിത്തം മന്മഥ വികാരവും ഉണ്ടായിട്ടാണ് ഭാര്യയെ അന്വേഷിച്ചത്. ഗൃഹകാര്യങ്ങൾ നിർവഹിക്കുന്ന ഗൃഹിണിയായ നായികയെ താൻ ക്ഷണം കാണാത്തതിനാൽ മനസ്വാസ്ഥ്യമില്ലാതെ അന്തഃപുരദാസികളോട് ചോദിച്ചു. എന്താ ചോദിച്ചത് എന്നൊക്കെ അടുത്ത ശ്ലോകത്തിൽ വരും. അപ്പം ഇതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ജാഗ്രത അവസ്ഥയിൽ എത്തിയാലും സ്വപ്ന സംസ്കാരം നിമിത്തമുള്ള ശ്രമം കുറേ നേരം കൂടെ നിൽക്കും. അപ്പോൾ സർവകാര്യങ്ങളെയും വേണ്ടതുപോലെ നിർവഹിപ്പാനുള്ള ബുദ്ധിശക്തി ഉണ്ടാകില്ല.
അന്തഃപുരദാസികൾ എന്നെ സംജ്ഞ ഇന്ദ്രിയവൃത്തികൾക്ക് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി 14-ാമത്തെ ശ്ലോകം. അഭിവകുശലം രാമ സ ഈശ്വരീണാം യഥാ പുരാ ന തദേതർഹി രോചന്തേ ഗൃഹേഷു ഗൃഹസമ്പദാം. സുന്ദരികളെ, ഈശ്വരീ സഹിതകളായ നിങ്ങൾക്ക് കുശലമോ? ഭവനങ്ങളിൽ ഗൃഹസാധനങ്ങൾ ഇപ്പോൾ മുമ്പത്തെ പോലെ ശോഭിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം, രാജാവിൻ്റെ ചോദ്യം എന്തായിരുന്നു? ഹേ സുന്ദരികളെ, നിങ്ങൾക്കും നിങ്ങളുടെ സ്വാമിനിക്കും സൗഖ്യം തന്നെയല്ലേ? ശങ്കിക്കണ്ട. കാരണം എന്തെന്നാൽ ഞാൻ നായാട്ടിന് പോകുമ്പോൾ കണ്ടതുപോലെയുള്ള ശോഭനാവസ്ഥ ഈ ഗൃഹത്തിലുള്ള സാധനങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ല എന്നൊരു പരോക്ഷ അനുഭാവം പ്രകടിപ്പിച്ചു അദ്ദേഹം. അപ്പോൾ പറയണു, സ്വപ്നോദിതനായ ജീവന് അല്പനേരം ചിത്തം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ശരീരാവയവങ്ങളെല്ലാം സ്വാധീനങ്ങളും സുഖവാഹങ്ങളും ആയിരിക്കയില്ല എന്ന് സൂചിപ്പിച്ചു. എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് പറഞ്ഞത്. ഇനി 15. യദി നസ്യാൽ ഗൃഹേ മാതാ പത്നി വാ പതിദേവതാ വ്യംഗേരഥ ഇവ പ്രാജ്ഞാ കോ നാമാസീതാധീനവത്. പറഞ്ഞതിൻ്റെ താല്പര്യം, ഇല്ലെങ്കിൽ, അതായത് അമ്മയോ ഭർത്താവിനെ ഈശ്വരനെന്ന് കരുതുന്ന പത്നി ഭാര്യയോ, ഇല്ലെങ്കിൽ പ്രജ്ഞ കുബുദ്ധിമാനായ ഏതൊരുവൻ വ്യംഗ്യരഥ ഇവ ന്യൂനതയുള്ള വാഹനത്തിലെന്ന പോലെ ദീനവത് ദുഃഖിതനായിട്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദുഃഖമില്ലാത്തവനായിട്ട്, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത് 2 പാരഗ്രാഫിൽ. സർവരക്ഷയെയും അന്വേഷിക്കുന്ന അമ്മയോ ഭർത്തൃവിശ്വാസമുള്ള പത്നിയോ ഇല്ലാതിരിക്കുന്ന പക്ഷം ഗമനസാധനങ്ങളായ ചക്രാദികൾ ഇല്ലാത്ത വാഹനത്തിലെന്ന പോലെ ഗൃഹത്തിൽ ദൈന്യത്തെ അനുഭവിച്ചുകൊണ്ട് ബുദ്ധിമാനായ ഏതൊരുവൻ എങ്കിലും ഇരിക്കുമോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നവർക്ക് സത്കർമ്മത്തിൽ നിരതന്മാരാവാൻ സാധിക്കും. അവർക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവും. ഇനി ഒരു ഒരു പാരഗ്രാഫ് കൂടി പറയേണ്ടതിൽ, സർവപാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന സാത്വികി ബുദ്ധി അമ്മ ശരീരത്തിന് വേണ്ടുന്ന രോഗങ്ങളെ സമ്പാദിക്കുന്ന രാജസി ബുദ്ധി ആണ്. ഇത് രണ്ടുമില്ലാത്ത താമസി ബുദ്ധി മൃഗാദികളെ പോലെ വിവേകരഹിതമായിരിക്കുന്ന ശരീരാവസ്ഥാനം ശോഭനമാക്കുന്നില്ല എന്ന് സാരം എന്ന് പറഞ്ഞു. ഇനി 16-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ക്വ വർത്തതേ സാ മലലന മജ്ജാന്തം വ്യസനാർപ്പണം സായാമുദ്ധരതേ പ്രാജ്ഞാം ദീപയന്തി പദേ പദേ. അതായത് അടിക്കടി ബോധശക്തിയെ ശമിക്കുന്നവളായിട്ട് മുദ്രത്തിൽ അത്യന്തം ഒതുങ്ങുന്ന എന്നെ യാതൊരുവൾ ഉദ്ധരിക്കുന്നില്ലയോ സലലന, ആ സുന്ദരി വർത്തതെ എവിടെയാകുന്നു എന്ന് ചോദിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. അതാത് സമയത്തിൽ എൻ്റെ ബോധശക്തിയെ പ്രബലപ്പെടുത്തുന്ന
പ്രബലപ്പെടുത്തുന്നവളായിട്ട് ദുഃഖ സമുദ്രത്തിൽ മഗ്നനാകുന്ന സമയത്തൊക്കെ എന്നെ ഏതൊരുവൻ അതിൽ നിന്ന് കയറ്റി വിടുന്നുവോ ആ പ്രീതമ എവിടെയിരിക്കുന്നു എനിക്കറിയില്ല എന്ന് പറയണം. ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട് അതിൽ. ലൗകിക കാര്യങ്ങളിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ തീർക്കുവാനും ബുദ്ധിമുട്ടുകളെ തീർക്കുവാൻ ഉപകരിക്കുന്ന ഉപായങ്ങളെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ രാജസി ബുദ്ധിയാകയാൽ, താമസിയും രാജസി മോശമെന്ന് എപ്പോഴെപ്പോഴും പറയുന്നുണ്ട്. രാജസി ബുദ്ധിയാകയാൽ അതിൻ്റെ സാഹചര്യം കൂടാതെ ജാഗ്രത അവസ്ഥാ നിർവഹണം ജീവന് സുഖകരമാകുന്നതല്ലെന്ന് സാരം എന്ന് പറഞ്ഞു. നെഗറ്റീവ് അർത്ഥമാണ് വരുന്നത് എന്ന് പറഞ്ഞേ. ഇനി രാമ ഊജു, അതാണ് 17ാമത്തെ ശ്ലോകമാണ്. നരനാഥാന ജാനീം അസ്ത്വൽ പ്രിയായദ്വ്യവസ്യതി ഭൂതലേ നിരവസ്ഥാരേ ശയാനാം പശ്യ ശത്രുഘൻ. എന്താ അർത്ഥം? ഹേ രാജാവേ, അങ്ങയുടെ ഭാര്യ എന്തിനായി ഭാവിക്കുന്നുവെന്ന് ഈ ഞങ്ങൾ അറിയുന്നില്ല. ഹേ വീര, ആച്ഛാദനമില്ലാത്തതായ നിലത്തിൽ കിടക്കുന്നതിനെ കണ്ടാലും എന്ന് പറഞ്ഞു. റിക്വസ്റ്റ് ചെയ്യാണ്. സ്ത്രീകൾ അപ്പോൾ പറയാണ്, ഹേ പുരുഷശ്രേഷ്ഠ, അങ്ങയുടെ ഭാര്യ എന്ത് ചെയ്യുവാനാണ് ഭാവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. വെറും നിലത്തിൽ ഇതാ കിടക്കുന്നു, അതിനെ അങ്ങ് നോക്കുക. ഭാര്യയെ അസ്വസ്ഥയാക്കിയിട്ട് ശത്രുക്കളെ സംഹരിപ്പാൻ അങ്ങ് സമർത്ഥനാണല്ലോ എന്ന് ഒരു കൺക്ലൂഡിങ് റിമാർക്സ് ഉണ്ടായി. ഇനി അതിലൊരു വരിയും കൂടിയുണ്ട്. എങ്ങനെയാ? സ്വപ്നാനന്തരം ബുദ്ധിക്കുള്ള ഔദാസീനത്തെയും ഇന്ദ്രിയ വികൃതികളുടെ ശൈഥില്യത്തെയും കാണിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഉദ്ദേശം എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.